നമ്മുടെ അഭിമാന പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന നമ്മുടെ മാതൃസംഘടന നൂറ്റാണ്ട് പിന്നിടുകയാണ്. നമുക്കൊക്കെ അറിയാം, ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുടിയിൽ വെച്ച് വിശാലമായ സമസ്ത ഒരു നൂറ്റാണ്ടിന്റെ വിപ്ലവം തീർക്കുകയാണ്. നമ്മളെല്ലാവരും ആ വിശാലമായ പ്രവിശാലമായ നൂറ്റാണ്ടിന്റെ സമ്മേളനത്തിൽ ഭാഗമാവണം. കഴിയുന്ന രീതിയിൽ സമാപന സമ്മേളനം 8-ാം തീയതിയാണ്. 4-ാം തീയതി മുതൽ വ്യത്യസ്തമായ സെഷനുകളിൽ പഠനാർഹമായ ക്ലാസുകൾ നടക്കുന്ന നമ്മുടെ നൂറ്റാണ്ടിന്റെ ഒരു പ്രതിജ്ഞയാണ്. നമ്മളൊരു സാധാരണ സമ്മേളനം പോലെയല്ല, ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ ഉണ്ടാവണം. ഇതൊരു സമ്മേളനം മാത്രമല്ല, ഇത് നമുക്ക് ഏൽപ്പിച്ച നമ്മുടെ ധീരന് അഭിമാനത്തിന് എല്ലാ അർത്ഥത്തിലും കാവിൽ നിന്ന ചരിത്രത്തോടുള്ള ഒരു വിശ്വസ്തയുടെ പ്രകടനമാണ്. ഒരു നൂറ്റാണ്ടിന്റെ നമ്മളൊരു വ്യക്തിയായിട്ടല്ല സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, വെറും തലമുറയുടെ ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് നമുക്ക് കഴിയാത്ത രീതിയിൽ ഇവിടെ ബസ് ഉണ്ട് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. പല ആളുകളും ശനിയാഴ്ച മറ്റു ദിവസങ്ങളിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റാവുന്നവർ കഴിയുന്ന ദിവസങ്ങളിൽ സമാപനത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ആ ചരിത്രത്തിന്റെ മുഹൂർത്തത്തിന്റെ സാക്ഷികളാവാൻ നമ്മളുണ്ടാവണം. കാരണം നമ്മുടെ അഭിമാനത്തിന്റെ നൂറ്റാണ്ടിന്റെ കഴിഞ്ഞുപോയ സമസ്ത എന്ന അമിതമായ പ്രസ്ഥാനം നമുക്ക് തന്ന ആ പൈതൃകം, ആ സാഹോദര്യത്തിന്റെ ഉലമാ ബന്ധത്തിന്റെ ആ വിശാലമായ നൂറ്റാണ്ട് പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് മിസ് ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പറ്റാവുന്നവർ അവിടെ പങ്കെടുക്കണം, അവിടെ ചരിത്രത്തിന്റെ ഭാഗമാവണം. നമുക്ക് കഴിയുന്ന ഏറ്റവും മാക്സിമം ഓരോ ദിവസം അല്ലെങ്കിൽ അവസാന സമാപനത്തിന്റെ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിട്ടില്ല, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥന, തുടക്കത്തിലുള്ള പ്രാർത്ഥന. ഉമറാക്കളും ഉലമാക്കളും സാദാത്യങ്ങളും പണ്ഡിതന്മാരും സാധാരണ നിഷ്കളങ്കരായ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ചരിത്ര മുഹൂർത്തത്തിൽ നമ്മൾ പങ്കാളിയാവണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നന്മക്ക് വേണ്ടി, സമസ്തക്ക് വേണ്ടി, നാട്ടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പാരമ്പര്യത്തിൽ നിലകൊണ്ട നമ്മുടെ പൈതൃകത്തിന്റെ പള്ളിയാണ് കൊടക്കൽ പള്ളി. പാരമ്പര്യമായി ഒരുപാട് മഹല്ലിന്റെ കേന്ദ്രമാണ്. ഒരുപാട് ആളുകൾ ഇവിടെ അന്തരീക്ഷം കൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് അസ്റിന് ശേഷം സാഹചര്യം ഒത്തുവന്നാൽ നമുക്കൊരു സിയാറത്ത് നടത്താം. നമ്മുടെ കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളുടെ നന്മക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സദസ്സ്, ഖബർ സിയാറത്ത് ഇൻഷാ അല്ലാഹ് അസ്റിന് ശേഷം ഉണ്ടാകും. പറ്റാവുന്ന എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ